ഹലോ നമസ്കാരം. സ്പോർട്സ് ടു മലയാളത്തിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കേരള ബ്ലാസ്റ്റിൻ്റെ കുറച്ച് അപ്ഡേറ്റുകളുമായിട്ടാണ് എത്തിയിട്ടുള്ളത്. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് വെക്കുക. ആദ്യം കേരള ബ്ലാസ്റ്റിൻ്റെ തായ്ലൻഡിലെ പ്രീ സീസണിനെ കുറിച്ച് പറയാം. കേരള ബ്ലാസ്റ്റിൻ്റെ കോച്ചായിട്ടുള്ള മിഗായിൽ സ്റ്റെയർ ഇൻസ്റ്റഗ്രാമിൽ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ പ്രീ സീസൺ ഷെഡ്യൂളിനെ കുറിച്ച് കൃത്യമായിട്ട് പറയുന്നുണ്ട്. നിലവിൽ തായ്ലൻഡിൽ പ്രീ സീസൺ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ പറയുന്നതനുസരിച്ച് 17-ാം തീയതിയാണ് അടുത്ത പ്രീ സീസൺ നടക്കുന്നത്. കൂടാതെ 20-21 തീയതികളിലും പ്രീ സീസൺ മത്സരങ്ങൾ ഉണ്ടാകും തായ്ലൻഡിൽ വെച്ച് തന്നെ. അപ്പോൾ ഈ ഒരു മത്സരത്തിന് ശേഷമായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സ് തായ്ലൻഡ് വിടുക. പിന്നീട് ഡ്യൂറൻഡ് കപ്പാണ്. ഡ്യൂറൻഡ് കപ്പിലുള്ള പ്രീ സീസൺ കൊൽക്കത്തയിൽ വെച്ച് 24-ാം തീയതി ആരംഭിക്കും. ഓഗസ്റ്റ് 1-നാണ് കേരള ബ്ലാസ്റ്റിൻ്റെ ആദ്യ ഡ്യൂറൻഡ് കപ്പ് മത്സരം. മുംബൈ സിറ്റി FC ആണ് എതിരാളികൾ. അപ്പോൾ ഈ സീസൺ ലൈവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ലൈവ് ഉണ്ടാവാനുള്ള സാധ്യത നിലവിലില്ല. ഇതിനെക്കുറിച്ച് നിലവിലൊരു കൺഫർമേഷൻ വന്നിട്ടില്ല. പക്ഷേ നമുക്ക് ലൈവ് അപ്ഡേറ്റ് ഒക്കെ അറിയാൻ പറ്റും. കഴിഞ്ഞ മത്സരത്തിലെ സ്കോറൊക്കെ നമുക്ക് ലൈവായിട്ട് തന്നെ അറിയാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ മത്സരത്തിൽ 4-1-2-3 എന്ന ലൈനപ്പിലായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കോച്ചായിട്ടുള്ള മിഗായിൽ സ്റ്റെയറുടെ ഒരു മെയിൻ ഫോർമേഷനാണ് 4-1-2-3 എന്ന് പറയുന്നത്. സ്കോഡിലെ മിക്ക താരങ്ങളും ആ ഒരു പ്രീ സീസണിൽ കളിച്ചിട്ടുണ്ടായിരുന്നു. അഡ്രിയാൻ ലൂണ ആ ഒരു മത്സരത്തിൽ ഇറങ്ങാൻ സാധിക്കാത്തതുകൊണ്ട് തന്നെ ഇനി അടുത്ത മത്സരത്തിൽ ഉണ്ടാവും. കഴിഞ്ഞ മത്സരത്തിൽ 2-1 പരാജയമാണ് കേരള ബ്ലാസ്റ്റിന് ഉണ്ടായിരുന്നത്. ഇതൊരു പ്രീ സീസൺ മത്സരങ്ങൾ മാത്രമാണ്, ഒരു പരീക്ഷണമാണ്. ഇവിടെ റിസൾട്ടിന് കൂടുതൽ പ്രാധാന്യമില്ല. തെറ്റുകൾ പരിഹരിച്ചുകൊണ്ട് മികച്ച ടീമാകുക എന്നുള്ളത് തന്നെയാണ് കേരള ബ്ലാസ്റ്റിൻ്റെ ലക്ഷ്യം. അപ്പോൾ അടുത്ത മത്സരം നാളെ 17-ാം തീയതി ബുധനാഴ്ചയാണ്. അടുത്ത പ്രീ സീസൺ മത്സരത്തിലേക്ക് ഉറ്റുനോക്കുമ്പോൾ അഡ്രിയാൻ ലൂണ ലൈനപ്പിൽ വരുമ്പോൾ ഉണ്ടാകുന്ന മാറ്റമാണ് അറിയേണ്ടത്. അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് ജീസൺ സിംഗിനെ കുറിച്ചാണ്. ജീസൺ സിംഗ് ഈസ്റ്റ് ബംഗാളിലേക്ക് പോകുന്ന ഏകദേശം ഉറപ്പായിട്ടുണ്ട്. നിങ്ങളെല്ലാവരും അത് അറിഞ്ഞിരിക്കും. ഏകദേശം കൺഫേം ആയുള്ള ന്യൂസാണ്. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇതിൽ മാനേജ്മെൻറ്റിനെതിരെ ഒരുപാട് പേര് പറയുന്നുണ്ട്. ഈ ഒരു കാര്യത്തിൽ മാനേജ്മെൻറ്റിനെ കുറ്റം പറഞ്ഞ കാര്യമില്ല. കാരണം ജീസൺ തന്നെയാണ് ടീം വിടണം എന്ന് തീരുമാനിച്ചിട്ടുള്ളത്. ഇതിലൊരു പുതിയ ചലഞ്ചാണ് താരം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് താരം ടീം വിടുന്നത്. താരം നിലവിൽ കേരള ബ്ലാസ്റ്റിനോടൊപ്പം പ്രീ സീസണിൽ ഉണ്ടെങ്കിൽ കൂടി താരം ഐ എസ് എൽ ആകുമ്പോഴേക്ക് ടീം വിടാനുള്ള സാധ്യതയാണുള്ളത്. ഇപ്പോൾ ഇത് ഹൊർമിമത്തെ സ്വന്തമാക്കാൻ മോഹൻ ബഗാൻ ശ്രമിക്കുന്നുണ്ട് റിപ്പോർട്ടുകളുമുണ്ട്. പക്ഷേ നിലവിൽ ഹൊർമിമത്തെ വിൽക്കാൻ കേരള ബ്ലാസ്റ്റിന് ആഗ്രഹമില്ല. അതുകൊണ്ട് തന്നെ താരം തുടരാൻ തന്നെയാണ് സാധ്യതയുള്ളത്. ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു ഫോറിൻ സ്ട്രൈക്കറെ സൈൻ ചെയ്യാൻ പോകുന്നു എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അർമാനോ സാദിഖു നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ടോക്സ് നടത്തിയ താരമാണ്. നിലവിൽ കൺഫേം ആയിട്ടില്ല. ഇതിനെക്കുറിച്ചുള്ളൊരു അപ്ഡേറ്റ് നമുക്ക് ഉടൻ തന്നെ പുറത്തു വരുന്നതായിരിക്കും. എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു സ്ട്രൈക്കറെ സൈൻ ചെയ്യുമെന്ന് ഏകദേശം കൺഫേം ആയിട്ടുണ്ട്. കൂടെ ഒരു ഡിഫൻഡറെ കൂടി കേരള ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ജോഷോ സൊറ്റിരിയോ പെപ്രയോ ഏതെങ്കിലും താരം കേരള ബ്ലാസ്റ്റേഴ്സ് ടീം വിട്ടേക്കും. ഇതൊക്കെയാണ് ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ. വീഡിയോയുടെ അവസാനിക്കുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാൻ നോക്കുക.